This is the bedroom of the Khan. Especially this bedroom belongs to the Eltuzar Khan. He slept here on the bedroom, and this is the original bed from the 19th century. As I told you here, if you see, all monuments are original. But one stone here you can see, this is stone, not original one. This is new one. And on the opposite side of the bed here you can see door. This door magic door because ഹലോ എവരിവൺ, ബാങ്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത് കീവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. അങ്ങനെ രാവിലെ 7:30 ഞങ്ങൾ കീവ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്കിവിടെ നേരെ പോകേണ്ടത് ഹോട്ടലിലേക്കാണ്. താഷ്കൻഡിലെ പോലെ ഇവിടെ യാൻഡെക്സും അതുപോലുള്ള ആപ്പിൽ വർക്ക് ചെയ്യുന്ന ടാക്സീസ് ഒന്നും കിട്ടാനില്ല. അങ്ങനെ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഒരു ടാക്സിക്കാരൻ ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടാക്കാൻ വേണ്ടി സമ്മതിച്ചു. ഇതാണ് ആ ടാക്സി. കുറേ ഉണ്ട് തമാസം. കീവ ഒരു വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സിറ്റിയാണ്. ഞങ്ങൾ എത്തിയത് ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, അല്ല ആ സിറ്റി അങ്ങനെയാണോ എന്നറിയില്ല. ട്രാഫിക് വളരെ കുറവായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരുപാട് ബിൽഡിങ്സും ഒരുപാട് ഹോട്ടൽസും, അതൊക്കെ ന്യൂലി കൺസ്ട്രക്റ്റഡ് ഹോട്ടൽസ് നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കീവയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഐ വുഡ് ഓൾവേസ് റെക്കമെൻഡ് യു ടു സ്റ്റേ നിയർ ദ കീവ ഫോർട്ട്. അങ്ങനെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീനായ റോഡ്സിലൂടെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടലിൻ്റെ പേര് ദ കീവ റെസിഡൻസ്. 20,000. ഈ ഹോട്ടൽ നിൽക്കുന്നത് ഒരു നല്ലൊരു തുറസായ ഒരു സ്ഥലത്താണ്. ഹോട്ടൽ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ചെക്ക് ഇൻ ടൈം ആഫ്റ്റർ 12 o'clock ആണ്. അതുകൊണ്ട് ഞാൻ അവരെ നേരത്തെ വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ട്രെയിൻ ഇങ്ങനെ രാവിലെ ഒരു 7 മണിക്കാണ് എത്തുക, ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ എത്തും, നിങ്ങൾക്കൊരു ഏർലി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവരൊന്ന് ഏർലി ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ 50% ഓഫ് ദ റൂം റെൻറ്റ് ഞങ്ങൾക്ക് തരേണ്ടി വരും. ഒരു 3 മണിക്കൂറിന് 50% ഓഫ് ദ റൂം റെൻറ്റ്, അത് കുറച്ച് അധികമല്ലേ? അപ്പോൾ അവർ നമുക്ക് വേറൊരു ഓപ്ഷൻ തന്നു. നിങ്ങളൊരു കാര്യം ചെയ്തു, ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ കോമൺ ആയിട്ടുള്ള ബാത്റൂംസും ഷവറൊക്കെ ഇട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലഗേജ് ഇവിടെ വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ ഫോർട്ടിലേക്ക് പോവുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് 12 ആകുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാം. ഇൻഡീഡ് ആ വാഷ്റൂമും ഷവറൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഫ്രഷായി ലഗേജൊക്കെ അവിടെ വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്താ വൃത്തി നോക്കി, റോഡൊക്കെ കഴുകിയിട്ടുണ്ട്. ഭയങ്കര സംഭവമല്ലേ. ഞങ്ങൾ നേരെ ഫോർട്ട് ലക്ഷ്യമാക്കിയിട്ട് നടത്താൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു ഏതായാലും ഫോർട്ടിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ സൈഡിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വെറുതെ അതിലേക്കൂട്ടൊക്കെ നടന്നു നോക്കാം. ഏർലി മോർണിംഗ്, പ്ലസൻറ്റ് വെതർ, നല്ല ക്ലൈമറ്റ്, അതിലൂടെ നടക്കാൻ നല്ല രസമായിരുന്നു. ഈ ഏരിയയിൽ ഒരുപാട് അവിടുത്തെ ലോക്കൽസ് താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹോട്ടൽസും ഹോസ്റ്റൽസും ഇവിടെയുണ്ട്. ഈ കാണുന്ന വീടുകളിൽ കുറേ എണ്ണം ഹോട്ടൽസാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണെങ്കിലും അകത്ത് നല്ല സൗകര്യമുള്ള ഹോട്ടൽസാണ്. പല ആൾക്കാർക്കും ഇതുപോലുള്ള സ്ഥലത്ത് താമസിക്കാനാണ് ഇഷ്ടം, ആ ഒരു ട്രഡീഷണൽ ഫീല് കിട്ടാൻ വേണ്ടി. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഫോർട്ടിൻ്റെ വളരെ ക്ലോസ് ആയിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഫോർട്ടിലേക്ക് പോവാം, അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് വരാം. അപ്പോൾ ഒരു പ്രോക്സിമിറ്റി എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ താമസിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇന്ത്യൻസ്, അതേപോലെ മലയാളീസ്, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഈ സ്ട്രോ ഹൗസും ഈ മഡ് ഹൗസിലൊക്കെ താമസിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം
ഇത് ഞങ്ങൾ താമസിച്ച പോലത്തെ കോൺക്രീറ്റ് പ്രോപ്പർ ബിൽഡിങ്സിൽ താമസിക്കാനായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ ട്രഡീഷണൽ കൺസ്ട്രക്ഷൻസ്, ട്രഡീഷണൽ ഹൗസസ്, ട്രഡീഷണൽ വാൾസ്, ട്രഡീഷണൽ ഫെൻസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ അതർ ഹാൻഡ് അവിടുത്തെ ക്ലെൻലിനെസ്സിനെ കുറിച്ച് നമ്മൾ എന്തായാലും പറഞ്ഞേ മതിയാവും. കാരണം വെച്ചാൽ ആ ഏരിയ ഫുള്ളായിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഗാർബേജ് നമുക്ക് അവിടെ കാണാൻ പറ്റിയില്ല. കുറച്ച് നേരം ഈ ഫോർട്ടിന് ചുറ്റുമുള്ള റോട്ടിലേക്ക് കൂടെയൊക്കെ നടന്നിട്ട് ഞങ്ങൾ ഫോർട്ടിൻ്റെ അടുത്തേക്ക് എത്തി. കീവയിൽ മെയിനായിട്ട് കാണേണ്ട സ്ഥലം ഇതാണ്, അല്ലെങ്കിൽ കീവയിൽ ഇത് മാത്രമേ കാണാനുള്ളൂ. 8 മണിക്കാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം. ഞങ്ങൾ ഏകദേശം ഒരു 8:40 ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുമ്പിലെത്തി ടിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. Uh, 24 hours? 24 hours? Come 24 hours. So 300, 2 people, 600? Okay. 2 people, 300, okay. 300,000. 300,000. 300,000. Okay. 300,000 എടുക്കും. 3 ലക്ഷം. 100,000. 450,000 per person. Okay. This extra ticket, minaret, city wall and mausoleum, yes. Inside, free extra. 3 extra. All museum, 150,000 so. 50 museum and this watchtower included. So 150,000 everything included. 50 museum and this watchtower. Watchtower. Okay. Included, yes. Okay. Minaret, city wall and mausoleum extra. Okay. ആൾക്കാരെല്ലാം വരുന്നത്. You need the guide? No, thank you. ചോദിക്കണോ? ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ കണ്ട ഒരു കാഴ്ചയാണിത്. പലതരം തൊപ്പികൾ. ഇതിൻ്റെ പേര് ചൂർമ എന്നാണ്. നമുക്കിത് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ഇതിട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതിൻ്റെ ഫീസ് വരെ ചാർജ് ചെയ്യും. 20 hour drive. From this place to our home, 20 hours. Okay. ഞങ്ങൾ അവിടുത്തെ ഒരു ഉസ്ബെക്കിസ്ഥാൻ ഫാമിലിനെ പരിചയപ്പെട്ടു. അവർ 20 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് അവർ കീവയിൽ വന്നിരിക്കുകയാണ്, കീവ കാണാൻ വേണ്ടിയിട്ട്. അതിലുള്ള ഒരു ആൺകുട്ടി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ആ കുട്ടി ഞങ്ങളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ആ കുട്ടീൻ്റെ അമ്മ ഇങ്ങനെ ഫോണിൽ റെക്കോർഡ് ചെയ്യാണ്. ആ കുട്ടി ഞങ്ങളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ആ കുട്ടീൻ്റെ അമ്മേൻ്റെയും അമ്മമ്മേൻ്റെയും കണ്ണിലൊക്കെ കാണണം ഒരു അഭിമാനം. കാരണം കീവയിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇംഗ്ലീഷിൽ സംസാരിക്കൂ. സോ ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ ദം. ഈ ഫോർട്ടിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇനീഷ്യൽ ഡിസിഷൻ നമ്മൾക്ക് ഗൈഡ് വേണ്ടാന്നായിരുന്നു. പക്ഷേ നമ്മളിതിൻ്റെ അകത്ത് കയറി കയറ്റുമ്പോൾ മനസ്സിലായി ഗൈഡ് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അത് നല്ലൊരു ഡിസിഷനായിരുന്നു. കാരണം ഗൈഡ് ഇല്ലാതെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുന്തവും മനസ്സിലാവില്ല. അങ്ങനെ ഞങ്ങൾ ഗൈഡ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. തിരിച്ച് എൻട്രൻസിലേക്ക് പോയിട്ട് അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാനും ഇവിടുത്തെ ഒരു ഗൈഡാണ്, ഞാൻ ഉസ്ബെക്ക് ഭാഷയിലാണ് സംസാരിക്കുക, എൻ്റെ മകളുണ്ട്, അവളോട് ഞാൻ വരാൻ പറയാം, ഒരു 10 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അവൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ കുട്ടി ശരിക്കും പഠിക്കുകയാണ്. ഈ കുട്ടി 4th ഇയർ എങ്ങാനും പഠിക്കുകയാണ്. അപ്പോൾ വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ്. ചിലർ ബാർഗൈനിന് ശേഷം ഞങ്ങൾ ഗൈഡിനെ ഫിക്സ് ചെയ്തു, പ്രൈസ് സെറ്റ് ചെയ്തു $40.
for 3 hours. Yeah. My name is Annie. I'm an English-speaking guide. Okay. Welcome to Kiva. Thank you. Kiva is divided into parts: Ichan-Kala and Dishan-Kala. Okay. Ichan-Kala means inside city. Dishan-Kala means outside city. Okay. Ichan-Kala consists 26 hectares. In the Ichan-Kala, we have 4 gates facing 4 sides: Okay. western, eastern, southern, and northern gates. Okay. The main entrance gate, the head of the gates, is Father Gate. That gate. Why we call like the head of the gates? In Uzbek family, the head of the family is father. That's why we call that gate like a Father Gate. Ota Darwaza in Uzbek. And also, in outside city, the Shankala consists 56 hectares. In outside city, we have more than 10 gates. And here you can come across with many madrasa and houses of the local people. Because Kiva named it like a still living in all the city. Why I call it like still living city? Here, as I told you, here you can come across with the houses of the local people, 350 houses of the local people, 58 historical monuments. Here local people still living all the time. And why I call it like all the city? Cuba is nowadays more than 2,000 years old. In 1997 we celebrated Cuba's anniversary, 2,500 years. And Cuba is named as a sunny city. Why I call it like that? In the city we have 365 days. Almost 300 days are sunny days. Ah, okay. That's why we call it like a sunny. But it is cold. In summer too hot, in winter too cold. Okay. In summer plus 40-50 degrees hot, in winter minus 18-20 degrees. But still sun is there. Of course. Okay, it's fine, okay. sunny. Let's come to the map. Here you can see our map of the Cuba. Here you can see the main entrance gate, the head of the gates is Okay. Ota Darwaza. Father We gate. stay here. Yes, Father Gate, Ota Darwaza. Okay. Let's continue from this way. Yeah. Sure. Now you will go on the top of the hill. That hill called like Akshay Baba Hill. Akshay Baba Hill was built by the Arab people. Ak, it means white. And that hill was built at the beginning of the 8th century. But other parts of the hill renovated at the beginning of the 20th century. But here you can see only this wall from the 8th century. This is original wall, I mean. And now you will go to the top of the hill, and on the top of the hill you can see our Cuba in general. In the past, on the top of the hill, Khan was sitting and watching what his population were doing. Because inside we live with Khan's relatives, and outside we live with Khan's population. And that hill, the highest of the hill, consists 30 meters. Between this there is so many space, if you see, because Mongols especially were so tall. That's why. Let's go. നമ്മളോട് മേലേക്ക് കയറാൻ പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ നിന്നു. പക്ഷെ ആ സ്റ്റെപ്പ് കയറൽ ഒരു 1.5 കയറ്റായിപ്പോയി. സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പ്. അത് മാത്രമല്ല, ഒരു സ്റ്റെപ്പ് നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഭയങ്കര വലിയ ഡിസ്റ്റൻസ്. ഇത് കയറി ഇത്തിരി ഫ്രണ്ടിലേക്ക് തന്നപ്പോൾ അതാ വേറൊരു സ്റ്റെപ്പ്, അതും കയറി മേലേക്ക്. ഇതിൻ്റെ പേര് സിറ്റാഡൽ എന്നാണ്. ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ കീവേൻ്റെ നല്ലൊരു ഐ വ്യൂ കിട്ടും. നമ്മുടെ ഗൈഡ് പറഞ്ഞ പോലെ ഇഷാങ്കല ഇൻസൈഡ് സിറ്റിയും ദിശാങ്കല ഔട്ട്സൈഡ് സിറ്റീൻ്റെയും നല്ലൊരു ഏരിയൽ വ്യൂ നമുക്കിവിടുന്ന് കിട്ടും. വൈകുന്നേരം വന്നിട്ട് ഇവിടുന്ന് സൺസെറ്റൊക്കെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മൾ ട്രെയിൻ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ, നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ, കീവയിലത്തെ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഒക്കെ നമുക്കിവിടുന്ന് കാണാൻ പറ്റും. കീവയിൽ ഹൈ റൈസ് ബിൽഡിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് ഇവിടുന്ന് കീവേനെ വാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ വരുന്ന സമയം നല്ല പ്ലസൻ്റ് ക്ലൈമറ്റ് ആയിട്ടുള്ള സമയമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും, ബ്രീസൊക്കെ കൊണ്ടിട്ട്. This is the bedroom of the Khan. Especially this bedroom belongs to the Eltuzar Khan. He slept here on the bedroom, and this is the original bed from the 19th century. As I told you, here if you see all monuments are original. But one stone here you can see this is stone, not original one. This is new one. And on the opposite side of the bed here you can see door. This door magic door. Because about this door concubines didn't know. Khan went from this door to his official wives, 4 official wives. That's why concubines didn't know. And in the past it's covered with something. And on the top you can see the bookshelf of the Khan. And inside you can see bathroom of the Khan.
So it's not required. Controlled by the Han's mother and official wives controlled by the Han. And concubines chosen by the Han from the slaves market and official wives chosen by the Han's mother. That's why there is no quarrels between them. അങ്ങനെ നമ്മൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാൻ തുടങ്ങി. പക്ഷേ ഈ എപ്പിസോഡ് നമുക്കിവിടെ എൻഡ് ചെയ്യാൻ സമയമായി. പക്ഷേ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. കീവ ശരിക്കും ഒരു ദിവസം കാണാനുള്ള കാഴ്ചകളേ ഉള്ളൂ. ഒരു ദിവസം രാവിലെയാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരം വരെ കാണാനുള്ള കാഴ്ചകൾ മാത്രമേ കീവയിലുള്ളൂ. ബട്ട് ഐ ഓൾവേസ് റെക്കമെൻഡ് യു ടു സ്റ്റേ ഇൻ ദ നൈറ്റ്. വൈകുന്നേരങ്ങളിൽ കീവ കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ രാത്രിയും ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും കീവ. സോ ബേസിക്കലി നിങ്ങൾ ഒരു ദിവസം രാവിലെ എത്തുകയാണെങ്കിൽ അന്ന് രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ കീവേൻ്റെ നൈറ്റ് ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ കീവയിൽ നിന്ന് മടങ്ങാം. ഈ കീവേൻ്റെ അടുത്താണ് ഏരിയൽ സീ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങൾ മേ ബി യു നീഡ് ടു സ്റ്റേ വൺ മോർ നൈറ്റ്. ഏരിയൽ സീ ഞാൻ പോകാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. So it's time to say goodbye. See you in next episode. Till then, bye-bye. Kindly like and subscribe my channel. Benki.